സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വിചാരണ കർണാടകയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി ഇഡിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിയത്. ദില്ലിയിൽ നിന്ന് സിബി ചേരുന്നു. സിബി, എന്തൊക്കെയാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത്? ഷമ്മി, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിലെ വിചാരണ എറണാകുളം PMLA കോടതിയിൽ നിന്നും കർണാടകയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇഡി നേരത്തെ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിയിൽ ഇതിൽ പ്രധാനമായും ഇഡി പറഞ്ഞിരുന്നത് കേരളത്തിന്റെ വിചാരണ നടന്നാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടും. മാത്രമല്ല സംസ്ഥാന സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവർ സംരക്ഷിക്കപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇഡിയുടെ ഒരു നീക്കം. ഈ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെയും കൂടാതെ M ശിവശങ്കറിന്റെയും ഇഡിയുടെ എല്ലാം തന്നെ സത്യവാങ്മൂലങ്ങളും വാദങ്ങളും പൂർത്തിയായി. ഇനിയിപ്പോൾ അതിൽ അന്തിമവാദം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അന്തിമവാദത്തിന് കടന്ന കേസിൽ നിരന്തരമായി ഇഡിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഹാജരാകുന്നില്ല. ഇന്നും ഈ ഒരു കേസ് പരിഗണിച്ചപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറലായ SP രാജുവിന്റെ അസൗകര്യം കണക്കിലെടുത്ത് വാദം മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന് ഇഡി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കപിൽ സിബൽ ഇതിനെ ശക്തമായി എതിർക്കുകയും കഴിഞ്ഞ 3-4 തവണയായി ഇഡി ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാദം മാറ്റിവെപ്പിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ സമയത്തായിരുന്നു ഇത്തരത്തിൽ ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ച് രൂക്ഷമായ വിമർശനം നടത്തിയത്. അതായത് ഈ ഒരു കേസിൽ വാദത്തിന് ഇഡിക്ക് താല്പര്യമില്ല എന്ന് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. പിന്നീട് 6 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയായിരുന്നു. എന്തായാലും ഈ ഒരു കേസ് നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരാക്കി മാറ്റാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. ദില്ലിയിൽ നിന്ന് സിബിയാണ് വിവരങ്ങൾ നൽകിയത്.